ആളുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ മിടുക്കനാണ് രാഹുൽ ഈശ്വർ. പുള്ളിക്ക് അതൊരു ഹരമാണെന്ന് വേണം പറയാൻ. ഇപ്പോൾ ഇതാ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചു കൊണ്ടൊരു പരാമർശം പുള്ളി നടത്തിയിരിക്കുകയാണ്. തന്റെ മനസ്സിലുള്ള വിഷം പുറത്തുവിടാൻ രാഹുൽ കൂട്ടുപിടിച്ചിരിക്കുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയുമാണ് എന്നതാണ് ഈ പ്രാവശ്യത്തെ രാഹുലിന്റെ കുത്തിത്തിരിപ്പിന്റെ പ്രത്യേകത തന്നെ. ഹിന്ദു മുസ്ലിം ജനസംഖ്യയിൽ മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കുടുംബങ്ങൾ ഉദാഹരണമാക്കിയാണ് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം PC ജോർജ് മുസ്ലിം വിഭാഗത്തിനെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതികരിക്കുന്ന വേളയിലാണ് സൂപ്പർ താരങ്ങളുടെ കുടുംബങ്ങളിലെ സാഹചര്യം രാഹുൽ ഉദാഹരണമായി പങ്കുവച്ചത്. മമ്മൂട്ടിയുടെ മക്കൾ ഒരു പ്രായം എത്തും മുൻപ് തന്നെ വിവാഹിതരായെന്നും ശേഷം അവർക്ക് കുട്ടികൾ ഉണ്ടായെന്നും രാഹുൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് മോഹൻലാലിന്റെ 2 മക്കളും 30 പിന്നിട്ടെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ലെന്നും ഹിന്ദു മതത്തിൽ അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യമല്ല ഉള്ളതെന്നുമാണ് രാഹുൽ പറയുന്നത്. PC ജോർജ് ഉയർത്തിവിട്ട വിവാദത്തിൽ പ്രതികരിക്കുന്നത് 2 തരം ആളുകളാണത്രേ രാഹുലിന്റെ കണ്ണിൽ. അദ്ദേഹം പങ്കുവച്ച കണക്കുകൾ മുഴുവൻ തെറ്റാണെന്ന് തെളിവ് സഹിതം ഉയർത്തിക്കാട്ടുന്ന ആളുകളും അദ്ദേഹത്തിന്റെ അഭിപ്രായം അന്ധമായി സ്വീകരിച്ച് ന്യായീകരിക്കുന്ന ആളുകളും. എന്നാൽ രാഹുലിന് തോന്നുന്നത് ഇതിന്റെ നടുക്ക് എവിടെയോ ആണ് സത്യമെന്നാണത്രേ. അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഉദാഹരണത്തിലൂടെയാണ് രാഹുൽ വ്യക്തമാക്കുന്നത്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വിവാഹം കഴിച്ച് കുട്ടിയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളും വിവാഹം കഴിച്ച് കുട്ടികളുണ്ടായി. എന്നാൽ മോഹൻലാലിന്റെ കുട്ടികൾ മാത്രം വിവാഹം കഴിച്ചിട്ടുമില്ല, കുട്ടികൾ ഉണ്ടായിട്ടുമില്ല. നല്ല പെട കൊടുക്കണ്ടേ ആ മക്കൾക്ക്? ഇനി ഇതിന്റെ കാരണം മോഹൻലാൽ ഹിന്ദുവും മമ്മൂട്ടി മുസ്ലിമും ആയതുകൊണ്ടാണെന്നും രാഹുൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ സംഭവിക്കാൻ പോകുന്നത്? പ്രണവ് ഇനിയും കെട്ടിയില്ലെങ്കിൽ ദുൽഖറിന്റെ മകൻ കല്യാണപ്രായം ആവുമ്പോഴേക്കും ഒരു പക്ഷേ പ്രണവിന്റെ മക്കൾ സ്കൂളിൽ പഠിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? തീർന്നില്ല. അപ്പോൾ പ്രണവിന്റെ കുട്ടിയുടെ കുട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ ദുൽഖറിന്റെ മകന്റെ മകനും കല്യാണപ്രായമാവും. എന്തൊരു കഷ്ടം! ഈ മോഹൻലാലിന് ഒരു ബോധവുമില്ല. ഇതൊരു വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് എല്ലാ ഹിന്ദുക്കളും നേരത്തെ കല്യാണം കഴിക്കണം കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദു ഉണരണം എന്ന്. ഇവിടെയും നിൽക്കുന്നില്ല കാര്യങ്ങൾ. നമ്മുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ കരുതിയിരിക്കുന്നത്? കാരണം ഇതാണ്, ഇത് മാത്രമാണ് കാരണം. രാഹുൽ നിങ്ങൾ കരുതുന്ന അത്ര വിടുവായുത്തരം പറയുന്ന ആളൊന്നുമല്ല കേട്ടോ. സർക്കാരിന്റെ ഔദ്യോഗിക ഡാറ്റകൾ മുന്നിൽ വെച്ചാണ് പുള്ളി കാര്യങ്ങൾ വിവരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 1.1 മുതൽ 1.3 വരെയാണ്. ക്രിസ്ത്യാനികളുടേത് 1.6 മുതൽ 1.8 വരെയാണ്. മുസ്ലിങ്ങളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ഏകദേശം 2.5 മുതൽ 2.7 വരെയാണ്. എല്ലാ സമൂഹങ്ങൾക്കും യഥാർത്ഥത്തിൽ വേണ്ടത് 2 എന്ന കണക്കാണ്. ഇത് ലോക ആരോഗ്യ സംഘടന പറയുന്നതാണ്. ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഇല്ലാത്തതാണത്രേ നമ്മുടെ പ്രശ്നം. ഇതിന് എത്രയും പെട്ടെന്ന് തന്നെ മാതാപിതാക്കളും കുട്ടികളും ഒരു പരിഹാരം കാണണം കേട്ടോ. നമുക്ക് ഹിന്ദുക്കളെ രക്ഷിക്കണ്ടേ?